ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ പറ്റിയാണ്. എന്താണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്? ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ആർ സി സർക്യൂട്ട് എങ്ങനെയാണ് വേവ് ഷേപ്പിംഗ് നടത്തുക? ദെൻ ആർ സി ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട് എന്താണ്? അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ആർ സി ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എന്താണ്? അതിൻ്റെ വർക്കിംഗ് എന്നിവ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എന്നിവയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ രക്ഷപ്പെടുന്ന കാര്യങ്ങൾ. എന്താണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്? എ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ഈസ് ദ വൺ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് എ വേവ് ഫോം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ ഡയറക്റ്റ് കറണ്ട്. ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേവിൻ്റെ ഷേപ്പ്, അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയാലോ ഡയറക്റ്റ് കറണ്ട് ആയാലോ, നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നിങ്ങൾ സാധാരണ കണ്ടുവരുന്നത് സൈൻ വേവ് ഫോമാണ്. ഡയറക്റ്റ് കറണ്ട് ഡയറക്റ്റ് ലൈനാണ്. ഇതിൻ്റെ ഈ വേവ് ഷേപ്പ് ഏതെങ്കിലും ഷേപ്പിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് എന്ന് വിളിക്കുക. നമ്മൾക്ക് പരിചിതമായ വേവിൻ്റെ ഷേപ്പിനെ നമുക്ക് പരിചിതമായ അല്ലെങ്കിൽ പരിചിതമല്ലാത്ത മറ്റ് ഏതെങ്കിലും ഷേപ്പുകളിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന സർക്യൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. An RC network can change the shape of complex waveforms so that the output barely resembles the input. ഒരു ആർ സി സർക്യൂട്ടിന് അല്ലെങ്കിൽ ഒരു ആർ സി നെറ്റ്വർക്കിന്, നിങ്ങൾ ആർ സി നെറ്റ്വർക്കിനെ പറ്റി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഈ ആർ സി നെറ്റ്വർക്കിന് ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടിയിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ ആർ സി നെറ്റ്വർക്ക് എന്ന് വിളിക്കുക. ഈ ആർ സി നെറ്റ്വർക്കിന് നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങൾക്ക് പരിചിതമായ വേവ് ഫോമിന്, ആ ഷേപ്പിനെ അതുമായി തീരെ സാമ്യമില്ലാത്ത മറ്റൊരു വേവ് ഷേപ്പിലേക്ക് മാറ്റാൻ വളരെ ഈസി ആയിട്ട് സഹായിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ ആർ സി നെറ്റ്വർക്ക്. അല്ലെങ്കിൽ ആർ സി നെറ്റ്വർക്കിന് കഴിയും. ദ എമൗണ്ട് ഓഫ് ഡിസ്റ്റോർഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ആർ സി ടൈം കോൺസ്റ്റന്റ്. എന്താണ്, എത്ര രീതിയിലേക്ക് ചേഞ്ചസ് വരണം അല്ലെങ്കിൽ എത്ര എമൗണ്ടിൽ ഡിസ്റ്റോർഷൻ വരണം? ഡിസ്റ്റോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിക് ഫോമിൽ നിന്ന് മാറ്റം എത്ര വേണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ആർ സി ടൈം കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾ ആർ സി സർക്യൂട്ടിനെ പറ്റിയും ആർ സി ടൈം കോൺസ്റ്റൻറ്റിനെ പറ്റിയെല്ലാം ആദ്യ സെമസ്റ്ററിൽ പഠിച്ചിരുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പ്രതിപാദിക്കുന്നില്ല. ഇനി എന്താണ് ഡിഫറൻഷിയേറ്റർ ആൻഡ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്? നമ്മൾക്ക് ഈ വേവ് ഷേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന രണ്ട് സർക്യൂട്ടുകളാണ് ആർ സി സർക്യൂട്ടുകളാണ് ഡിഫറൻഷിയേറ്റർ ആൻഡ് ഇൻ്റഗ്രേറ്റർ. ദ ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോമ്പണൻറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ്. ആർ സി സർക്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ആറും സിയും ചേർന്ന സർക്യൂട്ടാണ്. ഇത് പരസ്പരം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എവിടെ നിന്ന്, ആരിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു എന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ആ വേവിലുണ്ടാവുന്ന ചേഞ്ചസ് പല രീതിയിലായിരിക്കും. ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ റെസിസ്റ്റർ, ദ സർക്യൂട്ട് ഈസ് കോൾഡ് എ ഡിഫറൻഷിയേറ്റർ. ഒരു ആർ സി സർക്യൂട്ടിൽ അല്ലെങ്കിൽ ആറും സിയും സീരീസ് ആയിട്ടുള്ള സർക്യൂട്ടിൽ റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ റെസിസ്റ്ററിന് എക്രോസ് ആയിട്ട് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ സർക്യൂട്ടിനെ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. എ ഡിഫറൻഷിയേറ്റർ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ പിപ്പ് or peaked waveform from a square or rectangular waveforms for timing or synchronizing circuits. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വേവ് വാക്കുകളോട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഭാവിയിൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ വളരെ ഭംഗിയായി മനസ്സിലാവും ഈ ഭാഗങ്ങളെ പറ്റി. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ഡിഫറൻഷിയേറ്റർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വരുന്ന ഔട്ട്പുട്ട് ഒരു പിപ്പ് അല്ലെങ്കിൽ വളരെ ചെറിയൊരു പൾസാണ്, നമുക്കൊരു പീക്ക്ഡ് വേവ് ഫോമാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. ഇതിൻ്റെ ശേഷം വരുന്ന സ്ലൈഡുകൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടും. ഈ വേവുകൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് സിങ്ക്രോണൈസിങ് സർക്യൂട്ട്സിലാണ്. ടൈമിംഗ് ആൻഡ് സിങ്ക്രോണൈസിങ് സർക്യൂട്ട്. ഷാർപ്പായിട്ടുള്ള ഈ പൾസുകളെ നമ്മൾ ടൈമിംഗ് കൺട്രോൾ ചെയ്യാനും സിങ്ക്രോണൈസേഷൻ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കുന്നു. എന്താണ് സിങ്ക്രോണൈസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കിട്ടും.
It is also used to produce trigger or marker pulses. ഏതെങ്കിലും മറ്റ് പൾസുകളെ ട്രിഗർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ജനറേറ്ററുകളെ ട്രിഗർ ചെയ്യാനോ മാർക്കർ പൾസ് ജനറേറ്റ് ചെയ്യാനോ ഒക്കെ ഈ ഡിഫറൻഷിയേറ്റർ ഔട്ട്പുട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ കപ്പാസിറ്റർ, ദ സർക്യൂട്ട് ഈസ് കോൾഡ് ആൻ ഇൻ്റഗ്രേറ്റർ. അതേസമയം നമ്മൾ റെസിസ്റ്ററിന് പകരം കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ സർക്യൂട്ടിൻ്റെ പേര് മാറി, ദറ്റ് ഈസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റർ. അതിന് ഇൻ്റഗ്രേറ്റർ എന്നാണ് വിളിക്കുക. An integrator is used for wave shaping in radio, television, radar and computers. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് പരിചിതമല്ലാത്തതുമായ പല ഉപകരണങ്ങളിലും സിഗ്നലുകളുടെ വേവ് ഷേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന വളരെ പ്രധാനമായ ഒരു സർക്യൂട്ടാണ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. RC ഡിഫറൻഷിയേറ്ററിനെ പറ്റിയും അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. An RC differentiator is a circuit that approximates the mathematical process of differentiation. നിങ്ങൾ ബയോമാത്സോ ഫിസിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണക്കുകളിൽ പഠിച്ചിട്ടുണ്ടാവും ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ആ ഡിഫറൻസിയേഷൻ കണക്കിൽ പഠിക്കുന്ന ഡിഫറൻസിയേഷനെ അതിനെ ഇലക്ട്രോണിക്കലായിട്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഈ ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട് എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ കണക്കിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിനെ വേർതിരിച്ചെടുക്കുന്നു അതുപോലെ സിഗ്നലിൽ നിന്ന് അതിൻ്റെ പൾസുകളെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട് ചെയ്യുന്നത്. ഡിഫറൻസിയേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഫൈൻഡ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് എ ബേസിക് ഡിഫറൻഷിയേറ്റർ ക്യാൻ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഇൻപുട്ട് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് പറയുന്നത് ചേഞ്ചിങ്ങിൻ്റെ റേറ്റിനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് സിഗ്നൽ കൊടുത്താൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നതിൽ ഔട്ട്പുട്ട് അതിനകത്ത് ചേഞ്ചിങ് എവിടെയൊക്കെ ഉണ്ടോ ആ ചേഞ്ചസിനെ മാത്രം ഔട്ട്പുട്ടിലേക്ക് വേർതിരിച്ചെടുക്കുന്ന ഒരു സർക്യൂട്ടാണ് ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട്. നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്ക്വയർ വേവ് ആണ് അതിന് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ എവിടെയൊക്കെ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടോ, 0-ൽ നിന്ന് 1-ലേക്കുള്ള ചേഞ്ചസ്, ദെൻ 1-ൽ നിന്ന് 0-ലേക്കുള്ള ചേഞ്ചസ്, ആ ചേഞ്ചസിനെ മാത്രം ഔട്ട്പുട്ടിൽ വേർതിരിച്ചെടുക്കുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ കാണുന്ന ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട്. A basic RC differentiated circuit is simply a resistor in series with a capacitor and source. സാധാരണ RC സർക്യൂട്ടുകളെല്ലാം പോലെ തന്നെ RC ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ടും ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഒരു സോഴ്സും കൂടി സീരീസ് ആയിട്ട് കൊടുക്കുന്ന സർക്യൂട്ടിനെയാണ് വിളിക്കുന്നത്. ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ റെസിസ്റ്റർ. റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്ന് മാത്രം. When a pulse generator is connected to the input of an RC differentiator, the capacitor appears as an instantaneous short to the rising edge and passes it to the resistor. ഒരു സിഗ്നൽ ജനറേറ്റർ അല്ലെങ്കിൽ നമ്മളൊരു പൾസ് ജനറേറ്റർ അല്ലെങ്കിൽ സ്ക്വയർ വേവ് പൾസ് ജനറേറ്റർ ഈ സർക്യൂട്ടിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ കപ്പാസിറ്റർ, സീരീസ് ആയിട്ടുള്ള കപ്പാസിറ്റർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസിനെ ആസ് ഇറ്റ് ഈസ് അത് കടത്തിവിടുന്നു. കാരണം കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഫാസ്റ്റ് ചേഞ്ചസിനെ ഈസി ആയിട്ട് കടത്തിവിടുന്നതാണ്. എക്സ് ഈസിക്വൽ ടു 1/2πfc ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചേഞ്ചസിനെ കപ്പാസിറ്റർ ഈസി ആയിട്ട് അലൗ ചെയ്യുന്നു. The capacitor looks like a short to the rising edge because the voltage across C cannot change instantaneously. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റൈസിങ് എഡ്ജിനെയും ഫോളിങ് എഡ്ജിനെയും കപ്പാസിറ്റർ ഈസി ആയിട്ട് അതിൽ കടത്തിവിടുന്നു. ആഫ്റ്റർ ദ ഇനീഷ്യൽ എഡ്ജ് ഹാസ് പാസ്ഡ് ദ കപ്പാസിറ്റർ ചാർജസ് ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. പെട്ടെന്ന് ആദ്യത്തെ ആ ഒരു റൈസിങ് എഡ്ജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റർ അതിൻ്റെ ചാർജ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ കറണ്ട് വളരെ പെട്ടെന്ന് കുറഞ്ഞു വരുന്നു. ഈ കറണ്ട് ആണ് റെസിസ്റ്ററിലെ ഒരു വോൾട്ടേജ് ഡ്രോപ്പിന് കാരണമാവുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്ററിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ആ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ റെസിസ്റ്ററിന് ക്രോസ് ആയിട്ട് ഒരു ഹൈ വോൾട്ടേജ് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറയുന്ന മുറയ്ക്ക് റെസിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറഞ്ഞ് 0-ലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ, അടുത്ത പൾസ് വരുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള മൂവ്മെൻറ്റിന് വീണ്ടും കപ്പാസിറ്റർ എതിർദിശയിലേക്ക് ചാർജ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ വീണ്ടും എതിർദിശയിലുള്ള ഇതേ സമാനമായ ഒരു പൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്താണ് ഇനി RC ഇൻ്റഗ്രേറ്റർ? An RC integrator is a circuit that approximates the mathematical process of integration. Integration is the summing process and the basic integrator can produce an output that is running
സം ഓഫ് ദ ഇൻപുട്ട് അണ്ടർ സർട്ടൻ കണ്ടീഷൻ. ഇൻ്റഗ്രേറ്റർ, ആർ സി ഇൻ്റഗ്രേറ്റർ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിച്ചു, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു. ഇൻ്റഗ്രേഷൻ, മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ എന്ന പ്രോസസ്സിന് സമാനമായി അതേ വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് ഇൻ്റഗ്രേറ്റർ. ഇവിടെ ആർ സി ഇൻ്റഗ്രേറ്ററിനെ പറ്റി പഠിക്കുന്നത്, അതായത് സമ്മിങ് പ്രോസസ്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുമിഞ്ഞുകൂടുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ നടത്തുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് ഈ ആർ സി ഇൻ്റഗ്രേറ്റർ. എ ബേസിക് ആർ സി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഈസ് സിംപ്ലി എ കപ്പാസിറ്റർ ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ആൻഡ് ദ സോഴ്സ്. ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് ദ കപ്പാസിറ്റർ. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സർക്യൂട്ട്. അതേപോലെ തന്നെ ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും ഒരു സോഴ്സും കൂടി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടാണ്. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാം, ഫിഗറിൽ കാണുന്ന പോലെ ഔട്ട്പുട്ട് വളരെ വ്യത്യസ്തമായ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. വെൻ എ പൾസ് ജനറേറ്റർ ഈസ് കണക്റ്റഡ് to the input of an RC integrator, the capacitor will charge and discharge in response to the pulse. ഇവിടെ ഒരു പൾസ് ജനറേറ്റർ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു പൾസിന് ആനുപാതികമായിട്ട്. വെൻ ദ ഇൻപുട്ട് പൾസ് ഗോസ് ഹൈ, ഇൻപുട്ട് പൾസ് ഹൈയിലേക്ക്, അതായത് 0-ൽ നിന്ന് 1-ലേക്ക് പോകുമ്പോൾ ദ പൾസ് ജനറേറ്റർ ആക്ട്സ് ലൈക്ക് എ ബാറ്ററി ഇൻ സീരീസ് വിത്ത് ദ സ്വിച്ച് ആൻഡ് ദ കപ്പാസിറ്റർ ചാർജസ്. ആ സമയത്ത് ഈ ഇൻപുട്ട് സോഴ്സ് ഒരു ബാറ്ററി പോലെ വർക്ക് ചെയ്യുകയും ആ ബാറ്ററി നിന്ന് അല്ലെങ്കിൽ ആ സോഴ്സിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ട് കപ്പാസിറ്റർ ചാർജ് ആവുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം, സീരീസ് ആയിട്ട് റെസിസ്റ്റർ ഉള്ളത് കൊണ്ട് കപ്പാസിറ്റർ ഒറ്റയടിക്ക് ചാർജ് ചെയ്യപ്പെടുന്നില്ല. മറിച്ച് കപ്പാസിറ്ററിൻ്റെ ചാർജ് വളരെ സ്ലോലിയാണ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ആ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അത് സ്ലോ ആയിട്ട് മുകളിലേക്ക് കയറുന്നു. When the pulse generator goes low, the small internal impedance of the generator makes it look like a closed switch and has replaced the battery. പൾസ് ജനറേറ്റർ ലോ ആവുന്ന സമയത്ത് ബാറ്ററി അല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ച് ഷോർട്ട് ആവുന്ന ഒരു എഫക്റ്റ് ആണ് വരുന്നത്. ബാറ്ററിക്കിൽ നിന്ന് ഈസി ആയിട്ട് കറണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. The pulse generator now acts like a closed switch and the capacitor discharges. ആ സമയത്ത് 0 ആവുന്ന സമയത്ത് വോൾട്ടേജ് ഇല്ലാത്ത ഒരവസ്ഥ വരുന്നു. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നമുക്കറിയാം, റെസിസ്റ്ററിലൂടെയാണ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും കപ്പാസിറ്റർ സ്ലോ ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നിങ്ങൾ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള വേവ് ഫോമാണ് നമുക്ക് ആർ സി ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വേവ് ഫോം ശ്രദ്ധിച്ചാൽ കാണാം, സ്ക്വയർ വേവ്. ഒരു സ്ക്വയർ വേവ് കൊടുത്താൽ ഒരു ട്രയാങ്കുലർ വേവ് ആക്കി മാറ്റുന്ന ഒരു സർക്യൂട്ടാണ് ആർ സി ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. ഇനി വേവ് ഫോംസ് ഫോർ ദി ആർ സി ഇൻ്റഗ്രേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ട്. നിങ്ങൾ ടൈം കോൺസ്റ്റൻറ്റിനെ പറ്റി ആദ്യ സെമസ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ് ടൈം കോൺസ്റ്റൻറ്റ് എന്നും എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ടൈം കോൺസ്റ്റൻസിനനുസരിച്ച്, ആർ സിയുടെ ടൈം കോൺസ്റ്റൻറ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന വേവ് ഫോം പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. If the time constant is short compared to the period of input pulses, the capacitor will fully charge and discharge. നമുക്ക് ടൈം കോൺസ്റ്റൻറ്റ് വളരെ ഷോർട്ട് ആണ് എങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു? കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർ ആൻ ആർ സി സർക്യൂട്ട്, ടൈം കോൺസ്റ്റൻറ്റ് ഈസ് ആർ സി. ദ ഔട്ട്പുട്ട് വിൽ റീച്ച് 63% ഓഫ് ദ ഫൈനൽ വാല്യൂ ഇൻ 1T. ഒരു ടൈം കോൺസ്റ്റൻറ്റ് കൊണ്ട് തന്നെ 63% ചാർജ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇതെല്ലാം നമ്മൾ ആദ്യ സെമസ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഇവിടെ പറയാൻ കാരണം, ഈ ആർ സി ടൈം കോൺസ്റ്റൻറ്റിൻ്റെ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആറിൻ്റെയും സിയുടെയും വാല്യൂ അനുസരിച്ചിട്ട് ആർ സി ടൈം കോൺസ്റ്റൻറ്റ് മാറ്റം വരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറിൻ്റെയും സിയുടെയും വാല്യൂ അനുസരിച്ചിട്ട് ഈ ഇൻപുട്ട് സ്ക്വയർ വേവിൽ എത്ര കണ്ട് മാറ്റം വരുത്തണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ആർ സി ടൈം കോൺസ്റ്റൻറ്റ് വേരി ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു വേവ് കാണിച്ചിട്ടുണ്ട്, ദ ഔട്ട്പുട്ട് വിൽ റീച്ച് സ്റ്റഡി അറ്റ് എബൌട്ട് 5T. 5T എത്തുമ്പോഴാണ് നമുക്ക് ഓൾറെഡി പീക്ക് വാല്യൂ, കപ്പാസിറ്റർ പീക്കിലേക്ക് എത്തുന്നത്, ഫുള്ളി ചാർജ് ഇൻപുട്ടിൻ്റെ അത്രയും എത്തുന്നത് ഏകദേശം 5 ടൈം കോൺസ്റ്റൻറ്റ് കഴിയുമ്പോഴാണ്. ഈ 5 ടൈം കോൺസ്റ്റൻറ്റ് കഴിയുന്ന വരെ നിർത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അതിന് മുൻപേ നമുക്ക് അതിനെ ഡിസ്ചാർജ് ചെയ്യിക്കാം. ഇത് നമ്മൾ തീരുമാനിക്കുന്നത് റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ ആണ്. ഈ റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ നമ്മൾ ഇൻപുട്ട് സൈക്കിളിൻ്റെ
പൾസ് വിഡ്ത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ട്രയാങ്കുലർ വേവ് ആണ് ഇൻ്റഗ്രേറ്ററിന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ട്രയാങ്കുലർ വേവിന് പകരം ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്ന ഔട്ട്പുട്ട് വേവ് ഫോമുകളോ അല്ലെങ്കിൽ അതിന് സമാനമായ ഔട്ട്പുട്ട് വേവ് ഫോമുകളോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് RC ഇൻ്റഗ്രേറ്റർ നമ്മളെ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടത് രണ്ട് ബേസിക് ആയിട്ടുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ടുകളെ പറ്റിയാണ്. ഒന്ന് RC ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്, മറ്റേത് RC ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടതുപോലെ തന്നെ പല പൾസുകളായിട്ടാണ് ഔട്ട്പുട്ട് വരിക, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള നാരോ പൾസുകൾ. അതിൻ്റെ എഡ്ജുകൾ വളരെ ഷാർപ്പാണ്, വളരെ വിഡ്ത്ത് കുറഞ്ഞ പൾസുകളാണ് നമ്മുടെ നാരോ പൾസസ് എന്ന് വിളിക്കുക. ഷാർപ്പായിട്ടുള്ള നാരോ പൾസസ് ഔട്ട്പുട്ട് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഫറൻഷിയേറ്റഡ് സർക്യൂട്ട്. അതേസമയം തന്നെ ഈ സ്ക്വയർ വേവിനെ തന്നെ ഒരു ട്രയാങ്കുലർ വേവ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് RC ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. ഇവിടെ ഇത് രണ്ടും പ്രധാനമായ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആണ്. ഇവിടെ നമുക്ക് RC ഇൻ്റഗ്രേറ്ററിൻ്റെ പല ഔട്ട്പുട്ട് വേവ് ഫോമുകളെ നമുക്കിത് കാണുന്നു. ഈ ഒരേ സ്ക്വയർ വേവ് തന്നെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ പോലും ആ സ്ക്വയർ വേവിൻ്റെ RCയുടെ ടൈം കോൺസ്റ്റൻറ്റ് മാറുന്നതനുസരിച്ചിട്ട് പല വേവുകളും നമുക്ക് പല ഷേപ്പുകളിലേക്ക് മാറ്റം വരുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ടൈം കോൺസ്റ്റൻറ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പൾസ് വിഡ്ത്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ സിഗ്നലിൻ്റെ പൾസ് വിഡ്ത്ത് വേരി ചെയ്യുക മീൻസ് ഫ്രീക്വൻസി വേരി ചെയ്യുകയാണെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിനെ വേരി ചെയ്യിക്കാനും കഴിയും. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് വളരെ ലോവർ ഫ്രീക്വൻസി ഉള്ള ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, സ്ക്വയർ വേവ് കൊടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ അതേ ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നു. പക്ഷേ അല്പം കൂടി ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ഒരു മീഡിയം ഫ്രീക്വൻസി എത്തുമ്പോൾ ഔട്ട്പുട്ട് വീണ്ടും ചേഞ്ച് ചെയ്യുന്നു. ഫ്രീക്വൻസി വീണ്ടും കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ വീണ്ടും ട്രയാങ്കുലർ വേവ് ആയിട്ട് അതിനെ മാറ്റം വരുത്തുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമുക്ക് ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി മാറ്റിയാലോ അല്ലെങ്കിൽ RIൻ്റെയും Cൻ്റെയും വാല്യൂ മാറ്റിയാലോ നമുക്ക് അതിൻ്റെ വേവിൻ്റെ ഷേപ്പുകളിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഈ RC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇങ്ങനെ നമുക്ക് പരിചിതമായ സ്ക്വയർ വേവിൽ നിന്ന് നമുക്കത്ര പരിചിതമല്ലാത്ത പല ഷേപ്പുകളിലേക്കും മാറ്റിയെടുക്കാൻ ഈ RC ഇൻ്റഗ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ടും RC ഡിഫറൻഷിയേറ്റർ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് സാധിക്കും. ഇതുപോലെ മറ്റ് പല സർക്യൂട്ടുകളെ പറ്റി നമ്മൾ ഭാവിയിൽ പഠിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഈ വേവ് ഷേപ്പിങ്ങിൻ്റെ RC ഇൻ്റഗ്രേറ്റർ ആൻഡ് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിനെ പറ്റിയാണ്. എല്ലാവർക്കും നന്ദി.